നമസ്കാരം. നഴ്സസ് മോട്ടീവ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മസിൽസ് ഓഫ് ദി ഫോർ ആം ദാറ്റ് മൂവ് ദ റിസ്റ്റ് ഹാൻഡ് തമ്പ് ആൻഡ് ഡിജിറ്റ്സ് ആണ് എടുത്തത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു പാർട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, നെക്സ്റ്റ് പാർട്ടായിട്ട് ഇടാമെന്ന്. അതായത് മസിൽസിൻ്റെ ഒറിജിൻ, ഇൻസേർഷൻ, ആക്ഷൻ ആൻഡ് ഇന്നർവേഷൻ്റെ ടേബിൾ തന്നിട്ടില്ല, പിന്നെ കുറച്ച് കാര്യങ്ങൾ കൂടി നിങ്ങൾക്ക് പറയാനുണ്ടെന്ന്. അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ് കണ്ടിട്ടില്ലാത്തവർ അത് പോയിട്ട് കാണണം. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അത് പഠിച്ചതിന് ശേഷം ഇത് വന്ന് പഠിച്ചാൽ മതി. അതുപോലെ ഞാൻ ഓൾറെഡി പറഞ്ഞു, നിങ്ങൾ ആദ്യം സ്കെൽറ്റൽ സിസ്റ്റം പഠിച്ചതിന് ശേഷം വേണം മസ്കുലർ സിസ്റ്റം പഠിക്കാൻ. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി പെട്ടെന്ന് മനസ്സിലാവും. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഫോർ ആമിലുള്ള മസിൽസാണ് നോക്കുന്നത്. അപ്പോൾ ഫോർ ആമിലെ മസിൽസ് പഠിക്കുന്നതിന് മുന്നേ നിങ്ങൾ ഫോർ ആമിലെ ബോൺസ് അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ ഇന്ന മസിൽസ് ഇന്ന ബോണിൽ അറ്റാച്ച് ചെയ്യുന്നുണ്ട് എന്നല്ല പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് വരാം. നിങ്ങൾ ഫസ്റ്റ് പാർട്ട് കണ്ടതിന് ശേഷം സെക്കൻഡ് പാർട്ട് പഠിക്കാം. ഓക്കെ. ദി ടെൻഡൻസ് ഓഫ് ദി മസിൽസ് ഓഫ് ദി ഫോർ ആം that attach to the wrist or continue into the hand along with blood vessels and nerves are held together to bones by strong fasciae. അതായത് ദ ടെൻഡൻസ് ഓഫ് ദി മസിൽസ് ഓഫ് ദി ഫോർ ആം, നമ്മൾ ഫോർ ആം മസിൽസ് ആണ് പഠിക്കുന്നത്. അവിടെയുള്ള ടെൻഡൻസ് ദാറ്റ് അറ്റാച്ച് ടു ദ റിസ്റ്റ് ഓർ കണ്ടിന്യൂ ഇൻ ടു ദ ഹാൻഡ്. നമ്മൾ ഫോർ ആം മനസ്സിൽ കാണാം, ഫോർ ആം കഴിഞ്ഞ് റിസ്റ്റ് പിന്നെ ഹാൻഡ് ഇവിടെ വന്നിട്ട് അറ്റാച്ച് ചെയ്യുന്ന ടെൻഡൻസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അലോങ് വിത്ത് ബ്ലഡ് വെസൽസ് ആൻഡ് നെർവ്സ്, അതായത് ടെൻഡൻസും ബ്ലഡ് വെസൽസും നെർവ്സും ആർ ഹെൽഡ് ക്ലോസ് ടു ബോൺസ് ബൈ സ്ട്രോങ് ഫേഷ്യേ. മനസ്സിലായോ? നമ്മളിപ്പോൾ ഇവിടെ പറയുന്നത് ഫോർ ആമിലുള്ള ടെൻഡൻസും ബ്ലഡ് വെസൽസും നെർവ്സും ഇതെല്ലാം കൂടി ബോൺസിൽ ഒന്നിച്ച് ഹെൽഡ് ക്ലോസ്, അതിനെ ഹോൾഡ് ചെയ്ത് വെക്കുന്നത് ഒരു സ്ട്രോങ് ഫേഷ്യയാണ്. ആർ ഹെൽഡ് ക്ലോസ് ടു ബോൺസ് ബൈ സ്ട്രോങ് ഫേഷ്യേ. പിന്നെന്താ പറഞ്ഞത്? ദ ടെൻഡൻസ് ആർ ഓൾസോ സറൗണ്ടഡ് ബൈ ടെൻഡൻ ഷീത്ത്. ഈ ടെൻഡൻ്റെ ചുറ്റുമുള്ള കവറിങ്ങിനെയാണ് ടെൻഡൻ ഷീത്ത് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. അറ്റ് ദ റിസ്റ്റ്, നമ്മളെ റിസ്റ്റിൽ, നമ്മളെ വാച്ചെല്ലാം കിട്ടുന്ന സ്ഥലത്ത്, ദ ഡീപ് ഫേഷ്യ ഈസ് തിക്കൻഡ് ഇൻ ടു ഫൈബ്രസ് ബാൻഡ്സ് കോൾഡ് റെറ്റിനാക്കുല. റെറ്റിനാക്കുൽ എന്ന് പറഞ്ഞാൽ ഹോൾഡ് ഫാസ്റ്റ് എന്നാണ് വേർഡ് മീനിങ്. ഓക്കെ. നമ്മൾ വാച്ച് കിട്ടുന്ന പോലെ അവിടെ തന്നെ ഒരു ഫൈബ്രസ് ബാൻഡ് ഉണ്ട്, അതിനെ പറയുന്ന പേരാണ് റെറ്റിനാക്കുല. റെറ്റിനാക്കുൽ എന്ന് പറഞ്ഞാൽ ഹോൾഡ് ഫാസ്റ്റ്. ദ ഫ്ലെക്സർ റെറ്റിനാക്കുലം ഈസ് ലൊക്കേറ്റഡ് ഓവർ ദ പാൽമാർ സർഫേസ് ഓഫ് ദി കാർപ്പൽ ബോൺസ്. കാർപ്പൽ ബോൺസിൻ്റെ പാൽമാർ സർഫേസിലാണ് ഈ ഫ്ലെക്സർ റെറ്റിനാക്കുലം ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. പിക്ചർ കാണുമ്പോൾ കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിലാവും. നമ്മളെ റിസ്റ്റിലൊരു റിസ്റ്റ് വാച്ച് പോലെ ഒരു റെറ്റിനാക്കുല ഫൈബ്രസ് ബാൻഡ് ഉണ്ട്. രണ്ട് ടൈപ്പ് ഉണ്ട്, ഫ്ലെക്സർ റെറ്റിനാക്കുലവും എക്സ്റ്റൻസർ റെറ്റിനാക്കുലവും. നമ്മൾ ഓൾറെഡി ഫ്ലെക്സർ മസിൽസും എക്സ്റ്റൻസർ മസിൽസും പഠിച്ചു. അപ്പോൾ ഇവിടെയും രണ്ടെണ്ണം ഉണ്ട്. ദ ഫ്ലെക്സർ റെറ്റിനാക്കുലം ഈസ് ലൊക്കേറ്റഡ് ഓവർ ദി പാൽമാർ സർഫേസ് ഓഫ് ദി കാർപ്പൽ ബോൺ. കാർപ്പൽ ബോണിൻ്റെ പാൽമാർ സർഫേസിലാണ് ഫ്ലെക്സർ റെറ്റിനാക്കുലം ഉള്ളത്. ഓൾറെഡി അനാട്ടമിയിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് എന്താണ് പാൽമാർ സർഫേസ്, എന്താണ് ഡോർസൽ സർഫേസ് എന്നെല്ലാം. അതുകൊണ്ട് ഇവിടെ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഈ റൈറ്റ് സൈഡിലത്തെ പിക്ചറിൽ ഫ്ലെക്സർ റെറ്റിനാക്കുലം മാർക്ക് ചെയ്തിട്ടുണ്ട്, അത് ശ്രദ്ധിച്ച് നോക്കാം. ആ റിസ്റ്റിൽ ഒരു വാച്ച് പോലെ. ദി ലോങ് ഫ്ലെക്സർ ടെൻഡൻസ് ഓഫ് ദ ഡിജിറ്റ്സ് ആൻഡ് റിസ്റ്റ് ആൻഡ് ദ മീഡിയൻ നെർവ് പാസ് ഡീപ്പ് ടു ദ ഫ്ലെക്സർ റെറ്റിനാക്കുലം. എന്തൊക്കെയാണ് പാസ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി വെക്കാം. ലോങ് ഫ്ലെക്സർ ടെൻഡൻസ് ഓഫ് ദ ഡിജിറ്റ്സ് ആൻഡ് റിസ്റ്റും മീഡിയൻ നെർവും, അത് വിട്ടുപോകരുത്, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഫ്ലെക്സർ റെറ്റിനാക്കുലത്തിൻ്റെ ഡീപ്പായിട്ട് പാസ് ചെയ്യുന്നുണ്ട്. ഈ ഫ്ലെക്സർ റെറ്റിനാക്കുലവും കാർപ്പൽ ബോൺസും ഒരു നാരോ സ്പേസ് ഫോം ചെയ്യും. അതിനെയാണ് കാർപ്പൽ ടണൽ എന്ന് പറയുന്നത്. ഒരു ടണൽ പോലെ ഉള്ളത് കൊണ്ടാണ് അതിന് ആ പേര് വന്നത്, ഒരു തുരങ്കം പോലെ. ഓക്കെ. ദ ഫ്ലെക്സർ റെറ്റിനാക്കുലം ആൻഡ് കാർപ്പൽ ബോൺസ് ഫോം എ നാരോ സ്പേസ് കോൾഡ് ദ കാർപ്പൽ ടണൽ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ത്രൂ ദിസ് ടണൽ pass the median nerve and tendons of the flexor digitorum superficialis, flexor digitorum profundus and flexor pollicis longus muscles. ഏതൊക്കെയാണ് ആ മൂന്ന് മസിൽസ്? ഈ റൈറ്റ് സൈഡിലത്തെ പിക്ചറിൽ ഫ്ലെക്സർ ഡിജിറ്റോറം പ്രോഫണ്ടസും ഫ്ലെക്സർ പോളിസിസ് ലോങ്കസും കാണിച്ചിട്ടുണ്ട്. അതുപോലെ ലെഫ്റ്റ് സൈഡിലത്തെ രണ്ട് പിക്ചറിൻ്റെ നടുക്കായിട്ട് ഫ്ലെക്സർ ഡിജിറ്റോറം സൂപ്പർഫിഷ്യാലിസ് എഴുതിയിട്ടുണ്ട്. അത് നോക്കിയിട്ട് മനസ്സിലാക്കാം. നമ്മൾ ഈ മൂന്ന് മസിൽസും കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഈ മൂന്ന് മസിൽസിൻ്റെ ടെൻഡൻസ് ആണ് കേട്ടോ. ഈ മൂന്ന് മസിൽസിൻ്റെ ടെൻഡൻസും മീഡിയൻ നെർവും, ഇത്രയും 4 പാർട്ടാണ് കാർപ്പൽ ടണലിലുള്ളത്. കാർപ്പൽ ടണലിൻ്റെ 4 കോമ്പണൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ മീഡിയൻ നെർവും പിന്നെ ഈ 3 മസിൽസിൻ്റെ ടെൻഡൻസ് ഓഫ് ദി ഫ്ലെക്സർ ഡിജിറ്റോറം സൂപ്പർഫിഷ്യാലിസ്, ടെൻഡൻസ് ഓഫ് ദി ഫ്ലെക്സർ ഡിജിറ്റോറം പ്രോഫണ്ടസ് ആൻഡ് ടെൻഡൻസ് ഓഫ് ദി ഫ്ലെക്സർ പോളിസിസ് ലോങ്കസ് മസിൽസ്. ഓക്കെ. പ്ലസ് മീഡിയൻ നെർവ്. ഇത്രയും ആണ് കാർപ്പൽ ടണലിൻ്റെ കോമ്പണൻസ്.
ഈ പിക്ചറിൽ മുകളിൽ റൈറ്റ് സൈഡ് കോർണറിൽ കോമ്പണൻസ് ഓഫ് ദി കാർപ്പൽ ടണൽ എന്ന് കാണിച്ചിട്ടുണ്ട്. നമ്മൾ റൈറ്റ് റിസ്റ്റിൻ്റെ ഒരു ട്രാൻസ്വേഴ്സ് സെക്ഷനാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫ്ലെക്സർ റെറ്റിനാക്കുലം പഠിച്ചു കഴിഞ്ഞു. ഫ്ലെക്സർ റെറ്റിനാക്കുലം എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്? പാൾമാർ സർഫേസിൽ. എക്സ്റ്റെൻസർ റെറ്റിനാക്കുലോ ഡോർസൽ സർഫേസ് ഓഫ് ദി കാർപ്പൽ ബോൺ. ഓക്കെ, ഒന്നും കൂടി പറയാം. ദ ഫ്ലെക്സർ റെറ്റിനാക്കുലം ഈസ് ലൊക്കേറ്റഡ് ഓവർ ദി പാൾമാർ സർഫേസ് ഓഫ് ദി കാർപ്പൽ ബോൺ, വെറാസ് എക്സ്റ്റെൻസർ റെറ്റിനാക്കുലം ഈസ് ലൊക്കേറ്റഡ് ഓവർ ദി ഡോർസൽ സർഫേസ് ഓഫ് ദി കാർപ്പൽ ബോൺസ്. നമ്മൾ ഫ്ലെക്സർ മസിൽസും എക്സ്റ്റെൻസർ മസിൽസും പഠിച്ചു. അതിൻ്റെ റെറ്റിനാക്കുലാണ് ഇപ്പോൾ പറയുന്നത്. അപ്പം എക്സ്റ്റെൻസർ ടെൻഡൻസ് ഓഫ് ദി റിസ്റ്റ് ആൻഡ് ഡിജിറ്റ് പാസ് ഡീപ്പ് ടു ഇറ്റ്. ഈ എക്സ്റ്റെൻസർ റെറ്റിനാക്കുലത്തിൻ്റെ ഡീപ്പായിട്ട് ഇത് പാസ് ചെയ്യുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ ഇവിടെ പഠിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് പാർട്ട് 1 കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച മസിൽസ് ഓഫ് ദി ഫോർ ആം ദാറ്റ് മൂവ്സ് ദ റിസ്റ്റ് ഹാൻഡ് തമ്പ് ആൻഡ് ഡിജിറ്റ്സ്. ഇതിൽ എത്ര മസിൽസ് നമ്മൾ പഠിച്ചു? സൂപ്പർഫിഷ്യൽ ആൻറ്റീരിയർ ഓർ ഫ്ലെക്സർ കമ്പാർട്ട്മെൻറ്റ് ഓഫ് ദി ഫോർ ആം 4 എണ്ണം, പിന്നെ ഡീപ്പ് ആൻറ്റീരിയർ ഫ്ലെക്സർ കമ്പാർട്ട്മെൻറ്റ് ഓഫ് ദി ഫോർ ആം 2 എണ്ണം, പിന്നെ സൂപ്പർഫിഷ്യൽ പോസ്റ്റീരിയർ ഓർ എക്സ്റ്റെൻസർ കമ്പാർട്ട്മെൻറ്റ് ഓഫ് ദി ഫോർ ആം 5 എണ്ണം, പിന്നെ ഡീപ്പ് പോസ്റ്റീരിയർ എക്സ്റ്റെൻസർ കമ്പാർട്ട്മെൻറ്റ് ഓഫ് ദി ഫോർ ആം 4 എണ്ണം. അങ്ങനെ നമ്മൾ ടോട്ടൽ 15 മസിൽസാണ് പഠിച്ചത്. ഈ 15 മസിൽസിൻ്റെയും ഒറിജിൻ, ഇൻസേർഷൻ, ആക്ഷൻ ആൻഡ് ഇന്നർവേഷൻ്റെ ടേബിളാണിത്. ഇത് നിങ്ങൾ നോക്കിയിട്ട് നല്ലപോലെ മനസ്സിലാക്കുക. പിക്ചറും മനസ്സിലുണ്ടാവണം. മനസ്സിലാക്കി പഠിച്ചതിന് ശേഷം ബൈ ഹാർട്ടാക്കുക. ഓക്കെ, മനസ്സിലാക്കിയതിന് ശേഷം ബൈ ഹാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും കോഡ് വെച്ചിട്ട് പഠിക്കുന്നവരാണെങ്കിൽ അത് അങ്ങനെ പഠിച്ചാൽ ഓർമ്മ നിൽക്കുന്നവരാണെങ്കിൽ അങ്ങനെ പഠിക്കാം. ഇനി എപ്പോഴും പറയുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് പ്രാക്ടീസിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ മസിൽസിനെ അറേഞ്ച് ചെയ്ത് വെക്കുക അക്കോർഡിംഗ് ടു ദി ആക്ഷൻസ്. ഇതിൽ കൊടുത്തിട്ടുണ്ട് ഓരോന്നിൻ്റെ ആക്ഷൻസ്. ഓരോ ജോയിൻറ്റിലും റിസ്റ്റ് ജോയിൻറ്റിൽ ഇന്ന ആക്ഷൻസ് കാണിക്കുന്നത് ഏതൊക്കെ മസിൽസാണ്. നെക്സ്റ്റ് രണ്ടാമത്തത് ഫോളോയിങ് ആക്ഷൻസ് ഓൺ ദി ഫിംഗേഴ്സ് അറ്റ് ദി മെറ്റാകാർപ്പോ ഫെലാഞ്ചിയൽ ജോയിൻറ്റ്സ്, ഫ്ലെക്ഷനും എക്സ്റ്റൻഷനും. അടുത്തത് ഫോളോയിങ് ആക്ഷൻസ് ഓൺ ദി ഫിംഗേഴ്സ് അറ്റ് ദി ഇൻ്റർഫെലാഞ്ചിയൽ ജോയിൻറ്റ്സ്. പിന്നെ ഫോളോയിങ് ആക്ഷൻസ് ഓഫ് ദി തമ്പ് അറ്റ് ദി കാർപ്പോ മെറ്റാകാർപ്പൽ, മെറ്റാകാർപ്പോ ഫെലാഞ്ചിയൽ ആൻഡ് ഇൻ്റർഫെലാഞ്ചിയൽ ജോയിൻറ്റ്സ്. ഏറ്റവും ലാസ്റ്റായിട്ട് ദ ഫോളോയിങ് ആക്ഷൻസ് ഓൺ ദി തമ്പ് അറ്റ് ദി ഇൻ്റർഫെലാഞ്ചിയൽ ജോയിൻറ്റ്സ്. അവിടെയും ഫ്ലെക്ഷൻ ഉണ്ട്. അപ്പോൾ ഏതൊക്കെ മസിൽസ് ആണെന്ന് നിങ്ങൾ അറേഞ്ച് ചെയ്യുക ഓരോന്നിൻ്റെ ആക്ഷൻ അനുസരിച്ചിട്ട്. അതുപോലെ നോട്ട് ചെയ്യുക. എപ്പോഴും പറയുന്ന പോലെ തന്നെ മുകളിൽ കാണിച്ച സെയിം മസിൽസ് തന്നെ താഴെയും വീണ്ടും മെൻഷൻ ചെയ്യേണ്ടി വരും. ദ സെയിം മസിൽസ് മേ ബി മെൻഷൻഡ് മോർ ദാൻ വൺസ്. അങ്ങനെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ മസിൽസ് ഓഫ് ദി ഫോർ ആം ദാറ്റ് മൂവ് ദ റിസ്റ്റ് ഹാൻഡ് തമ്പ് ആൻഡ് ഡിജിറ്റ്സ് പഠിച്ചു. ഇന്ന് നമ്മൾ അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് നോക്കിയത്. ഫസ്റ്റ് പാർട്ട് പഠിച്ചതിന് ശേഷം സെക്കൻഡ് പാർട്ട് പഠിച്ചാൽ മതി കേട്ടോ. അതുപോലെ ഈ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും പഠിക്കുന്നതിനേയും കാട്ടി മുന്നേ നിങ്ങൾ, അതായത് മസ്കുലർ സിസ്റ്റം പഠിക്കുന്നതിന് മുന്നേ നിങ്ങൾ സ്കെൽറ്റൽ സിസ്റ്റം പഠിച്ചിരിക്കണം. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ആ ഒരു ഓർഡറിൽ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് പെട്ടെന്ന് തലയിൽ കയറുള്ളൂ. അല്ലെങ്കിൽ അയ്യോ വീണ്ടും ഡൗട്ട് വരുമ്പോൾ വീണ്ടും ബാക്കിൽ പോയി നോക്കേണ്ടി വരും. അതുപോലെ നിങ്ങളെ പ്രാക്ടീസിന് വേണ്ടിയിട്ട് ഇന്ന മസിൽസ് നിങ്ങൾ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുക, ആക്ഷൻസ് അനുസരിച്ചിട്ട് അറേഞ്ച് ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളത് ചെയ്യുക തന്നെ വേണം, ചെയ്ത് നോക്കണം. ഓക്കെ, അങ്ങനെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും മറന്നു പോവില്ല. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ. അങ്ങനെ ഇന്നത്തെ ക്ലാസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് മസിൽസ് ഓഫ് ദി പാം സ്റ്റാർട്ട് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കട്ടെ. താങ്ക് യു.